ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ ഇന്നലെ ഞാൻ ലുലുവിൽ പോയത് കാണിച്ചായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? ഞാൻ അവിടെ നിന്ന് കുറച്ച് മീൻ വാങ്ങിച്ചു. മീനെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓലക്കുടിയൻ്റെ തലയാണ് മേടിച്ചത്. അത് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 600 ഗ്രാമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ കഴിക്കാൻ അധികം ആരുമില്ല, എല്ലാവരും പോവും. പിന്നെ വന്നിട്ട് അവർ രാത്രിയിൽ ചോറ് കഴിക്കൽ കുറവാണ്. അപ്പോൾ ഞാനത് കറി വെക്കാമെന്ന് വിചാരിച്ചു. മല്ലിപ്പൊടി, മുളക് പൊടി, ഞാൻ ഈ മല്ലിയൊക്കെ പൊടിച്ച് വെച്ചിരിക്കുവാണേ, അതൊന്നും കൂടി അങ്ങോട്ട് ഈ ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കും ഞാൻ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, 2 ജീരകം, ഇത്രയും സാധനങ്ങൾ ഞാൻ ചൂടാക്കും. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ടോ കേട്ടോ. ഞാനിവിടെ കാശ്മീരി ഇട്ടിട്ടുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തായിട്ടിരിക്കണത്. എരിവുള്ളത് ഇട്ട് കാശ്മീരി ഇട്ട്, എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കണം. കരിച്ച് കളയരുതേ. ചൂടാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരക്കണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ഈ പൊടികളെല്ലാം കൂടി മിക്സിയിലിട്ട് അരക്കും. നന്നായിട്ട് അരച്ചിട്ട് ചട്ടി വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഉലുവ പൊട്ടിക്കുന്നു, പച്ചമുളക്, വേപ്പില ഇടുന്നു. അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പും കൂടി അങ്ങോട്ട് ചേർക്കാം. അപ്പോഴേ ഇത് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടിയും അറിയാം നിങ്ങൾക്ക്, എന്നാലും അറിയാത്ത പിള്ളേരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് മൊരിക്കണം. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഉപ്പും പിന്നെ പുളിയും ഇടുക. ഞാൻ ഉപ്പിട്ട് കേട്ടോ, അത് നിങ്ങളെ കാണിച്ചിട്ടില്ല. ഉപ്പും ഇട്ട് നല്ല തിളച്ച് കഴിയുമ്പോൾ ഈ മീൻ അധികം വേവില്ലെന്നാണ് പറയണത്. വെന്ത് പോയത് സ്റ്റിഫാവും. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റായിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാടിട്ട് തിളപ്പിച്ച് വേവിച്ച് കുറുക്കിയെടുക്കരുത്. ഈ അരപ്പെല്ലാം തിളച്ച് നല്ല ഇത് കഴിയുമ്പോൾ ഈ തലയിൽ ഒത്തിരി കഴമ്പൊക്കെ ഉണ്ട് കേട്ടോ. മാംസമുള്ള മീനാണ്, നല്ല മാംസമുണ്ട്, നല്ല നെയ്യുണ്ട്. തിളച്ച് വറ്റിയിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ, ഞാൻ ഒഴിച്ചിട്ടില്ല. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഞാൻ ആ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ആദ്യം താളിച്ചതേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടിയൊക്കെ ഇടാം. ഞാൻ വേപ്പിലയൊക്കെ അരച്ച് ചേർത്തു, എല്ലാം ചെയ്തതാണ്. പിന്നെ അധികം വേപ്പില വേണ്ട, ആദ്യം കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പരിപാടി. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും കൂട്ടുകാർ വായോ, നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളൊന്ന് കണ്ടോട്ടെ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ശുഭദിനം.